മാംഗല്യസൂത്രം ഭാഗം 6. വൈകുന്നേരത്തോടെയാണ് അവർ ശ്രാവണിൻ്റെ തറവാട്ട് വീട്ടിലെത്തിയത്. പഴയ തറവാട് വീട്. കണ്ടാൽ പഴമ വിളിച്ചോതുന്ന നാലുകെട്ട് വീട്. കണ്ടപ്പോഴേ അവൾക്കിഷ്ടമായി. വയസ്സായ ഒരു സ്ത്രീ വന്ന് നിലവിളക്ക് കൊടുത്ത് അകത്ത് കയറാൻ പറഞ്ഞു അവളോട്. അവളത് വാങ്ങി വലതുകാൽ വെച്ച് അകത്ത് കയറി. പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ശ്രാവണനെ അവൾ കണ്ടതേയില്ല. രേവതി അവളെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. ഇതാട്ടോ ഏട്ടൻ്റെ മുറി. പഴയ വീടായതുകൊണ്ട് ചെറിയ മുറികളാണ്. എന്നാ വാ, നമുക്ക് ഈ സാരിയൊക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് നീ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിക്കോ. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഈ അലമാരയിൽ ഇടാണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. എന്നിട്ട് നമുക്കൊന്നിച്ച് ഫുഡ് കഴിക്കാം. വീട്ടിലേക്ക് വിളിക്കണ്ടേ? നിൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതും കൂടെ എടുത്തിട്ട് വരാം. രേവതി പോയതും അനാമിക വാതിലടച്ച് റൂമൊക്കെ ഒന്ന് നോക്കി. എല്ലാം വൃത്തിയിൽ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നു. ചെറിയ റൂമാണെങ്കിലും സൗകര്യമൊക്കെ ഉണ്ട്. അവൾ അലമാര തുറന്നൊരു പിങ്ക് കളർ ചുരിദാർ കണ്ടു. അതും എടുത്ത് അവൾ കുടിച്ച് സുന്ദരിയായി വന്നു. ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ച് കഴുത്തിൽ താലി മാത്രം, കയ്യിൽ 2 വളകളും ഇട്ടു. സിന്ദൂരം നെറുകയിൽ തൊട്ടു. അപ്പോഴേക്കും രേവതി എത്തിയിരുന്നു. എന്നിട്ടവർ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചു. എല്ലാവരും വന്ന് പുതുപ്പെണ്ണിനോട് സംസാരിച്ച് പരിചയപ്പെട്ടു. അവൾ എല്ലാവരോടും പെട്ടെന്ന് കൂട്ടായി. അവളെ എല്ലാവർക്കും ഇഷ്ടമായി. പിന്നീട് അവർ ഭക്ഷണം കഴിച്ചു. അപ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ അവനെ തിരിഞ്ഞെങ്കിലും കണ്ടില്ല. ഭക്ഷണം കഴിഞ്ഞതും ഓരോരുത്തരായി പിരിഞ്ഞു. രേവതിയും അവരുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ അമ്മമ്മയും അമ്മാവനും കുടുംബവും അവളും മാത്രമായി. നീ പോയി കിടന്നോ മോളെ, അവൻ എന്നും രാത്രി താമസിച്ചാണ് വരാറ്. അവൻ വന്നോളും എന്നും അമ്മമ്മ അവളോട് പറഞ്ഞ് അവളുടെ റൂമിലേക്ക് പോയി. അതെല്ലാം കേട്ട് അവൾക്ക് സങ്കടം തോന്നി. അവളും റൂമിലേക്ക് പോയി കട്ടിലിരുന്നു. തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തകർന്നതുപോലെ തോന്നി അവൾക്ക്. കല്യാണത്തിൻ്റെ ക്ഷീണം അവൾക്കുണ്ടെങ്കിലും അവൻ വരുന്നത് വരെ അവൾ കാത്തിരുന്നു. കുറേ നേരം കഴിഞ്ഞാണ് അവൻ തിരികെ എത്തിയത്. റൂമിൽ അവളെ കണ്ടതും, താൻ ഉറങ്ങിയില്ലേ? സമയം ഇത്രയും ആയില്ലേ? തനിക്ക് കിടക്കായിരുന്നില്ലേ? കുറച്ച് തിരക്കിലായിപ്പോയിന്ന്. എല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ, അതാ എന്നവൻ പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് പാപം തോന്നി. അത് സാരല്ല ഏട്ടാ, എന്നാൽ നീ കിടന്നോ, ഞാൻ കുളിച്ചിട്ട് വരാം. അവൾ കട്ടിലിൽ ചുമരോരം ചേർന്ന് കിടന്നു. അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവളുടെ അടുത്ത് കിടന്നു. അവൻ മെല്ലെ പറഞ്ഞു തുടങ്ങി. ഞാൻ എന്നും ലേറ്റായിട്ടാണ് വരാറ്. താൻ എന്നെ കാത്തു നിൽക്കണ്ട കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കിടന്നോളൂ. പിന്നെ താൻ ഇനിയും പഠിക്കണം. ഡിഗ്രിയല്ലേ കഴിഞ്ഞുള്ളൂ. നമുക്ക് PG നോക്കാം. അതുവരെ നമുക്കിടയിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധവും വേണ്ട. ഇതെല്ലാം കേട്ടതും അവൾക്ക് വിഷമായി. എന്താണെന്ന് വെച്ചാൽ താൻ ആഗ്രഹിച്ചതൊന്നും അല്ലല്ലോ ഈ ജീവിതം എന്നോർത്ത്. പക്ഷെ തൻ്റെ ഭാവി ഓർത്തായിരിക്കും ഏട്ടൻ ഇങ്ങനെ പറയുന്നതെന്നോർത്ത് അവൾ സമാധാനിച്ചു. എന്നാലും എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് കാലത്തെ എണീറ്റ് കുളിച്ച് അവൾ അടുക്കളയിലേക്ക് ചെന്നു. കുറച്ച് സമയം അവിടെ നിന്നപ്പോഴേക്കും അമ്മാവിൻ്റെ ഭാര്യയുടെയും ആ വീട്ടുകാരുടെയും സ്വഭാവം അവൾക്ക് മനസ്സിലായി. അപ്പോൾ തൊട്ട് ആ വീട്ടിലെ മുഴുവൻ പണികളും അവളുടെ തലയിലായി. കാരണം അമ്മായി ആളൊരു മടിച്ചിയായിരുന്നു. കൂടാതെ പൂരെടുക്കാനും കൂടെ തുടങ്ങി. ഒരു പരാതിയും ഇല്ലാതെ അവൾ ആ ജോലികളെല്ലാം ചെയ്തു. അന്ന് വൈകുന്നേരം സൽക്കാരം ക്ഷണിക്കാനായി അവളുടെ വീട്ടിൽ നിന്നും അച്ഛൻ വന്നിരുന്നു. അച്ഛനെ കണ്ടതും കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ അവർ അവളുടെ വീട്ടിലേക്ക് പോയി. എല്ലാവരുടെ മുമ്പിലും വളരെ സ്നേഹമുള്ള ഭർത്താവായി അവൻ അഭിനയിച്ചു. പക്ഷേ അവളോട് അവനൊരു അകലം പാലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അവനിലൊരു മാറ്റവും ഉണ്ടായില്ല. അവൾ PGക്ക് കോളേജിൽ പോയി തുടങ്ങി. രാവിലെ എണീറ്റ് വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്തിട്ടാണ് അവൾ കോളേജിൽ പോയത്. തൻ്റെ ആവശ്യങ്ങളെല്ലാം അവൻ അവൾ പറയാതെ നിറവേറ്റി തരുന്നുണ്ട്. പക്ഷേ ഒരു ഭർത്താവ് എന്ന നിലയിൽ അവൻ അവളോട് അടുത്തില്ല. അത് അവളെ കൂടുതൽ സങ്കടപ്പെടുത്തി. തുടരും.